നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആണോ? ഓക്കെ, താങ്ക്സ് പ്രഭാത്. താങ്ക് യു വെരി മച്ച്. തന്റെ ഊഹം കറക്റ്റാ. ആ വിഷ്വലിൽ കാണുന്ന വണ്ടിയുടെ നമ്പർ ഫേക്കാണ്. അപ്പോ ഒന്നുകൂടി ഉറപ്പിക്കാം, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ആക്സിഡന്റ് ആയിരുന്നു ഇതെന്ന്. ഓ, സന്തോഷം. ശരി ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ അച്ഛ വരാൻ പറഞ്ഞത്? ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ധനുഷിനോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, എന്നിട്ട് പറയാം. ആ, എന്താ സർ, എന്താ വരാൻ പറഞ്ഞത്? പറയാം. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. അത് മറ്റെങ്ങുമല്ല, ഇവളുടെ അമ്മയുടെ വീടിനടുത്തായി ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ഇവളുടെ അമ്മയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു അവിടുത്തെ ആയിരവല്ലി തമ്പുരാനെ. എന്തു പ്രാർത്ഥിച്ചാലും അത് സാധിക്കുമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവളുടെ മരണശേഷം ഞാനും അങ്ങോട്ട് പോകാതെ കുറച്ച് നാളുകൾ വരെ അവിടെ വിളക്ക് കൊളുത്തിരുന്നില്ല. പൂജകളും വഴിപാടുകളൊക്കെ മുടങ്ങിക്കിടന്ന ആ കുടുംബക്ഷേത്രം ഈ അടുത്ത് ഒരു നേർച്ചയ്ക്കായി പുതുക്കി പണിയുകയും നട തുറന്ന് പൂജകൾ ചെയ്യാനും തുടങ്ങി. അതിന്റെ ഗുണങ്ങൾ ഈ വീട്ടിലും ഉണ്ടായി എന്നുള്ളതാ സത്യം. വിവാഹത്തിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വരെ ഒന്ന് പോകണം. പ്രധാന വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം. മുകളിലിരുന്ന് കാണുന്ന നിന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും അത്. പോവാച്ച, ഞാനും ധനുഷും ഉറപ്പായും പോവാം. അതെ സർ, ഇവിടുത്തെ അമ്മയെ കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നില്ല. ആ അമ്മയ്ക്ക് അത്രയും വിശ്വാസമുള്ള ക്ഷേത്രത്തില് ഞങ്ങൾക്കും പോണം. ഉടനെ തന്നെ പോവും. എന്റെ അഭിപ്രായത്തിൽ സാറും കൂടി വരണമെന്നാ. വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി തൊഴാലോ. അത് ശരിയാവില്ല ധനുഷേ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും എന്നെ ഓർമ്മപ്പെടുത്തിയെന്ന് വരും. ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും ചെന്ന് അതൊരു ദുരിതമായി മാറാതെ ഞങ്ങൾ ഒന്നിച്ചു പോയ ആ നല്ല ഓർമ്മകൾ എന്നിൽ എന്നും ഉണ്ടാകുന്നതാ എനിക്കിഷ്ടം. അനുഭവത്തേക്കാൾ ഭംഗി പലപ്പോഴും ഓർമ്മകൾ കാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.